ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 9 അധ്യായം 26 വാക്യം. ഷേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ. ഈ പ്രഭാതത്തിൽ ഷേം എന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ അല്പമായി ചിന്തിക്കുവാൻ പോകുന്നത്. നോഹയുടെ ആദ്യജാതനാണ് ഷേം. ഷേം എന്ന പേരിൻ്റെ അർത്ഥം പേര് അഥവാ പ്രശസ്തി എന്നത് ആണ്. നോഹയുടെ കാലത്ത് ധാർമ്മിക നിലവാരം വളരെ അധപ്പതിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ യഹോവയായ ദൈവം ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഷേമും കുടുംബവും പെട്ടകത്തിൽ കയറി ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷം ആണ് നോഹയുടെ പുത്രന്മാർക്ക് മക്കൾ ജനിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം 10 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഷേമിൻ്റെ ചില സ്വഭാവ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് അപ്പനെ അനുസരിക്കുന്നവൻ ആയിരുന്നു ഷേം. അപ്പനെ അനുസരിക്കുന്നവൻ ആയിരുന്നു ഷേം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കാണുന്നു. താൻ സൃഷ്ടിച്ച മനുഷ്യരുടെ പ്രവൃത്തിയിലൊക്കെയും വേദനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ ഇതേ ദുഷ്പ്രവൃത്തികളുടെ മധ്യത്തിൽ ജീവിച്ചവരായിരുന്നു നോഹയും കുടുംബവും. എന്നാൽ ഇവിടെ ഷേമിലൂടെ നാം കാണുന്നതും അപ്പൻ്റെ ഉപദേശവും പ്രബോധനവുമെല്ലാം ശിരസ വഹിക്കുന്ന ഷേമിനെയാണ്. അപ്പൻ്റെ ജീവിത മാതൃക കണ്ട് ഷേമും ജീവിക്കുന്നു. അത് തൻ്റെ അനുജന്മാർക്കും മാതൃകയും അപ്പനെ അനുസരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഒരു കാരണവും ആയിത്തീരുന്നു. യഹോവ നൽകിയ ആലോചനയ്ക്ക് അനുസരിച്ച് പെട്ടകത്തിനുള്ളിലേക്ക് കയറണം എന്ന അപ്പൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതും അത് അവർക്ക് വലിയ രക്ഷയ്ക്കും കാരണമാകുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അന്നത്തെ തിന്മ നിറഞ്ഞതായ സാഹചര്യത്തിൽ ജീവിച്ച നോഹയുടെ മക്കൾക്കും ഒരുപക്ഷെ വേണമെങ്കിൽ മറ്റുള്ളവരെ നോക്കി തിന്മയിലേക്ക് അകപ്പെട്ട് ജീവിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഈ മക്കൾ അല്ലെങ്കിൽ ഈ മകനായ ഷേം അപ്പനെ അനുസരിക്കുന്ന ഒരു മകനായിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട് അപ്പനാൽ അനുഗ്രഹം ലഭിച്ചവൻ ആയിരുന്നു ഷേം. അപ്പനാൽ അനുഗ്രഹം ലഭിച്ചവനായിരുന്നു ഷേം. മകനായ ഷേമിൻ്റെ ജീവിത മാതൃകകൾ കണ്ട് അപ്പനായ നോഹ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. ഉൽപ്പത്തി 9 അധ്യായം 26 വാക്യം. ഷേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ. മകൻ്റെ ജീവിതം കണ്ട് ദൈവത്തെ നോഹ സ്തുതിക്കുന്നതാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. അങ്ങനെ കാണണമെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് എപ്പോഴും മാതൃക ആയിരിക്കണം. മക്കൾക്ക് നമ്മൾ ഈ ലോകത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതോടൊപ്പം ഒന്നാമതായി നാം ദൈവത്തെയും കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും അതിനനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനും നമ്മൾ അവരെ പ്രചോദിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കാം. തിന്മ നിറഞ്ഞ സമൂഹത്തിൽ ജീവിച്ച ഷേം തിന്മയിൽ അകപ്പെടാതെ ജീവിക്കുന്നു, അഥവാ തൻ്റെ പേരൻസിനെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. മകൻ്റെ ജീവിതം കണ്ട് അപ്പൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതം ഇപ്രകാരമായിട്ട് തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ,
ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പനെ അനുസരിക്കുന്ന ഒരു മകനെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഞങ്ങളുടെയും ജീവിതം കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾക്കുമൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആ ഒരു വലിയ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ആമേൻ.